വണ്ടിയുടെ പുറമെ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ അണ്ടർ ബോഡിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഒറ്റ പാനൽ മാത്രമേ റീപെയിന്റ് ഉള്ളൂ, ബാക്കി ഫുൾ പെർഫെക്റ്റ് ആണെന്ന് സെല്ലർ പറഞ്ഞ ഒരു പ്രാഡമാണ്. ബട്ട് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ചേസിസ് വരെ വളരെ മോശം രീതിയിൽ തട്ടിക്കൂട്ടി പണിയെടുത്തൊരു വണ്ടിയാണിത്. ഇത് രജിസ്ട്രേഷൻ ടെസ്റ്റ് എങ്ങനെയാണ് പാസ്സായതെന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആക്സിഡന്റിന് ശേഷം പാസിംഗിന് പോയിട്ടില്ല എന്നും സംശയമാണ്. കാരണം സെല്ലർ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് 6 മാസമായിട്ട് വണ്ടി നിർത്തിയിട്ടതാണെന്നാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് ഇൻസ്പെക്ഷൻ വന്നിട്ടുള്ള വണ്ടിയിലൊന്നാണ് ഈ കാണുന്ന ലാൻഡ് ക്രൂസർ പ്രാഡോ. ബോണറ്റ് ഏരിയ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ ചേസിസ് ഏരിയയിൽ റിപ്പയർ കാണാൻ പറ്റുന്നുണ്ട്. അതും വളരെ മോശമായിട്ടുള്ള റിപ്പയർ. ലെഫ്റ്റ് ഫെൻഡറിന്റെ സൈഡിലൊക്കെ റിപ്പയറിന്റെ ഏരിയ കാണാൻ പറ്റും. കൂടാതെ കൂളൻ ലീക്കും ഇവിടെ വിസിബിൾ ആണ്. ഈ ഏരിയ നോക്കിയാൽ വാൾ കവർ ലീക്കും കാണാൻ പറ്റും. അണ്ടർ ബോഡി നോക്കുമ്പോൾ ചേസിന്റെ റിപ്പയർ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതല്ലാതെ അഡീഷണൽ ആയിട്ട് വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബോഡി പാനലാണെങ്കിൽ റീപെയിന്റും റിപ്പയറും ഇല്ലാത്ത ഏരിയ വളരെ ചുരുക്കമാണ്. ഈ ഒരു സൈഡൊക്കെ നോക്കുമ്പോൾ അൺഈവൻ കളർ ചേഞ്ച് തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. സെല്ലർ പറഞ്ഞത് ഫ്രണ്ട് ബമ്പർ മാത്രമാണ് റീപെയിന്റ് എന്നാണെങ്കിലും ഇതിന്റെ റൂഫ് വരെ റീപെയിന്റും റിപ്പയറുമാണ്. ഫ്രണ്ട് വിൻഷീൽഡ് ബീഡിംഗ് ഒക്കെ മിസ്സിംഗ് ആണ്. OBD സ്കാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കറന്റ് കോഡുകൾ കാണാനുണ്ട്. ഫോട്ടോയിൽ കാണുമ്പോൾ പെർഫെക്റ്റ് കാർ ആണെങ്കിലും അടുത്തറിഞ്ഞപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നതാണ് ഈ കാർ. നല്ല രീതിയിൽ റോൾ ഓവർ ആയിട്ടുള്ളതാണെന്നുള്ളത് 100% ഷുവർ ആണ്. ഇതുപോലെ ഒരുപാട് കാറുകൾ UAE യൂസ്ഡ് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസ്ഡ് കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ വളരെ സൂക്ഷിച്ച് മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. യൂസ്ഡ് കാർ ഇൻസ്പെക്ഷനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി.